ഷാജഹാൻ ഈ മാസം 3-ന് ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ലെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവ് ഇറക്കി എന്നാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം.ബി. രാജേഷ് നിയമസഭയിൽ പറഞ്ഞത്. പിന്നെ എന്തിനാണ്, ഞാൻ നേരത്തെ ബലദേവനോട് ചോദിച്ചതാണ്, എന്തിനാണ് അതിനുശേഷവും പാനൂർ പോലീസും ചൊക്ലി പോലീസും കൊളവല്ലൂർ പോലീസും കെ രമയുടെ മൊഴിയെടുത്തത്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് രേഖപ്പെടുത്തിയത്? ആ ഉത്തരവ് കാറ്റിൽ പറത്തി പോലീസ് നടപടികളുമായി മുന്നോട്ട് പോയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരിക്കും? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണോ? ഹോം സെക്രട്ടറിക്ക് മീതെ പറക്കുന്ന പരുന്ത് ആരാണ്? ഇന്ന് വി.ഡി. സതീശൻ നിയമസഭയിൽ ചോദിച്ചതാണ്, ആരാണ് ആ പരുന്ത്? അനിൽ, ഇതിനകത്ത് ഒരു നിയമവും ഇല്ല, ഇതിനകത്ത് ഒരു CRPC ഇല്ല, ഇതിനകത്ത് ഒരു വകുപ്പും ഇല്ല. അതൊക്കെ പറയാം, നമുക്ക് നിയമത്തിൻ്റെ വകുപ്പുകളൊക്കെ പറഞ്ഞ് നമുക്ക് വലിയൊരു മഹാപണ്ഡിതനാവാം. അതൊക്കെ ശരി തന്നെയാണ്, പണ്ഡിതനായിക്കോളൂ, ആകുന്നവരായിക്കോളൂ, അതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ TP വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഈ കൊടും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താതെ CPM-ന് വയ്യ. ആ ഒരൊറ്റ കാരണം കൊണ്ട് CPM ഇനിയും ശ്രമം നടത്തും. അതിനെ നമുക്ക് CRPC-യിലെ വകുപ്പുകളും സുപ്രീം കോടതിയിലെ വിധിന്യായങ്ങളും ഹൈക്കോടതിയിലെ വിധിന്യായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും. അതൊക്കെ ഒരു ചർച്ചയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അത് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം CPM TP ചന്ദ്രശേഖരൻ്റെ വധക്കേസിലെ കുറ്റവാളികളെ അംഗീകരിക്കുന്നില്ല. ആ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിനകത്ത് ഒരു നിയമത്തിൻ്റെ ഇതുമില്ല. രാംകുമാർ സാറിന് അത് മനസ്സിലാവും എന്നെനിക്ക് തോന്നുന്നു, മുതിർന്ന അഭിഭാഷകനാണെങ്കിലും. പക്ഷേ ഇടതുപക്ഷ പ്രതിനിധിക്ക് ഈ പറഞ്ഞ പോലെ നിയമത്തിൻ്റെ വകുപ്പുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അമ്മാനമാടാം. പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാണ് എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ പരോളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ പ്രതിനിധി എന്തോ ആക്ടിൻ്റെ കാര്യങ്ങളൊക്കെ പരോൾ ആക്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ശരിയാണ്, ഇടതുപക്ഷ പ്രതിനിധി ഒക്കെ ശരിയാണ്. പക്ഷേ എത്ര നാള് ഇവർ പരോളിലായിരുന്നു? ഈ രാജ്യത്ത് പരോൾ നിയമങ്ങളില്ലാഞ്ഞിട്ടാണോ? ഞാനൊരു ചർച്ചയിൽ രമ പറയുന്നത് കേട്ടത്, ഒരു വർഷം 120 ദിവസം പരോൾ കൊടുക്കാവുള്ളൂ എന്നാണ്. ഒരു ദിവസം 150 ദിവസവും 245 ദിവസമൊക്കെ പരോളിൽ പോയിട്ടുണ്ട് ഈ ക്രിമിനലുകൾ. ഒരു കാര്യം, CPM പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ കണ്ണൂരിൽ പോയപ്പോൾ അവിടെ ആരായിരുന്നു ഹീറോ എന്നറിയോ? മുഹമ്മദ് ഷാഫി. അപ്പോ ഇതിനകത്ത് നിയമം പറയുന്നത് പരിഹാസ്യമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പരിഹാസ്യം. 250 ദിവസം 300 ദിവസം ഒക്കെ പുറത്ത് ഒരു വർഷം. രമ പറയുന്നത് കേട്ടത് കോവിഡ് കാലത്ത് 2.5 വർഷം ഈ പ്രതികൾ മുഴുവൻ പുറത്തായിരുന്നു എന്നാണ്. അതെ. ഇനി രമ വേറൊരു കാര്യം കൂടെ പറഞ്ഞത് ഞാൻ ഇടതുപക്ഷ പ്രതിനിധി ഞാൻ പറഞ്ഞുതരാം. 2024 ഫെബ്രുവരി 19 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇവർക്ക് 20 വർഷവും കൂടി തടവ് ശിക്ഷ വിധിച്ച സമയത്ത് GOG ബാബു കെ കൃഷ്ണൻ എന്ന് പറഞ്ഞ 2 പേരെ കൂടെ പ്രതികളാക്കിയല്ലോ. ആ പ്രതികളാക്കിയതിൽ GOG ബാബു ആണോ കെ കൃഷ്ണനാണെന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷ പ്രതി മനസ്സിലാക്കിക്കോണം. 2024 ഫെബ്രുവരി 19 വിധി വന്നിട്ട് ഇന്ന് ഈ ദിവസം വരെ ആ പ്രതി ജയിലിൽ പോയിട്ടില്ല. അറിയാവോ ഇടതുപക്ഷ പ്രതിനിധിക്ക്? ഞാൻ പറഞ്ഞതല്ല, രമയാ പറഞ്ഞത്. അയാൾ സുഖചികിത്സയിലാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ. ഇത് എവിടുത്തെ നിയമമാണിത്? ഇത് എന്ത് വകുപ്പ് പ്രകാരമാണിത്? ഒന്ന് പറഞ്ഞു തന്നേ. കഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. PK കുഞ്ഞനന്തൻ ജയിലിൽ കിടന്നില്ലേ കുറ്റവാളിയായിട്ട്? കൺവിക്റ്റ് ആയിട്ടല്ലേ ജയിലിൽ കിടന്നത്? അക്യൂസ്ഡ് അല്ലല്ലോ, കൺവിക്റ്റ് ആയിട്ടല്ലേ ജയിലിൽ കിടന്നത്. ജയിലിൽ കിടന്ന PK കുഞ്ഞനന്തനെ പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പറാക്കി നിയമിച്ചത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്? അയാൾ മരിച്ചു കഴിഞ്ഞപ്പം അയാളെ രക്തസാക്ഷിയാക്കി പ്രഖ്യാപിച്ചത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കെ.സി. രാമേന്ദ്രനെ പാർട്ടി പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് കെ.സി. രാമേന്ദ്രനെ പരിപൂർണമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ CPM? അത് ഏത് ക്രിമിനൽ സിവിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒന്ന് പറഞ്ഞു തന്നെ. അപ്പം അതുകൊണ്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഒരു നിയമവും നോക്കൂല ഗവൺമെൻറ്, ഒരു CRPC നോക്കൂല, ഒരു 438-ഉം 422-ഉം ഇതൊന്നും അവർ നോക്കില്ല. അവർക്ക് ഈ കൊടും ക്രിമിനലുകളെ സംരക്ഷിച്ചേ പറ്റൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൊല്ലിച്ചവരാരാണ് എന്ന് അവർക്കറിയാം. ആരൊക്കെയാണ് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയാം. കഴിഞ്ഞ ദിവസം രമ അവിടെ നിന്ന് പറയുന്നത് കേട്ടു, TK രജീഷിനെ ഒന്നും ഒരു കാരണവശാലും CPM-ന് സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം P. ജയരാജൻ മുതൽ പിണറായി വിജയൻ വരെ ഉള്ളവരുടെ ഇതിനകത്തെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് അറിയാവുന്ന ആളാണ് TK രജീഷും ഈ അണ്ണൻ സിജിത്തും ഈ മുഹമ്മദ് ഷാഫിയൊക്കെ. അതുകൊണ്ടാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒരു നിയമവും ഇല്ല, ഒരു ക്രിമിനൽ നിയമവും ഒന്നുമില്ല, ഒരു ഹൈക്കോടതി നിയമവും ഇല്ല, ഒരു സുപ്രീം കോടതി നിയമവും ഇല്ല. അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ അവർ പണി തരും. അത് രമ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
20 വർഷവും കൂടി അവരുടെ തടവ് ശിക്ഷ നീട്ടിയതോടുകൂടി അവരാകെ അസ്വസ്ഥരാണ്, അവർക്ക് പുറത്തിറങ്ങാൻ വയ്യ. അപ്പം അതുകൊണ്ട് അവരെന്തെപ്പോൾ വിളിച്ചു പറയും എന്ന് ഇപ്പോൾ CPM നേതാക്കന്മാർക്ക് ഒരു ഉറപ്പുമില്ല. അവരാകെ അസ്വസ്ഥരാണ്, അവർ കംപ്ലീറ്റ് ഇൻടോളറൻ്റ് ആണ്. അതുകൊണ്ട് അവർക്കൊരു മെസ്സേജ് കൊടുക്കണം, ദാ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങൾ നിങ്ങളെ പുറത്തിറക്കാനുള്ള പണികളെല്ലാം ഞങ്ങൾ ചെയ്യുകയാണ്, കൊലയാളികൾക്കൊപ്പമാണെന്ന് പറഞ്ഞ് കയ്യും പൊക്കി നിൽക്കുകയാണ് CPM. ഈ AM ഷംസീറിന്റെ കാര്യം പറഞ്ഞില്ലേ, പിന്നെ അനിൽ നമ്പ്യാരെ പറഞ്ഞില്ലേ, K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിയൂർ സെൻട്രൽ ജയിലിൽ പോയി അവരെ കണ്ടില്ലേ, അവരെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞ് അവർ സത്യാഗ്രഹം ഇരുന്നില്ലേ, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ. എന്തിനാണ്? EP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്നത് പിണറായി വിജയൻ പോലെ താവിട്ടുള്ളവർ അറിയാതെയാണെന്ന് അറിഞ്ഞാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? CPM-നകത്ത് ഒരാളെ കൊല്ലുമ്പോൾ സംസ്ഥാന സെക്രട്ടറി അറിയാതെ കൊല്ലുമെന്നാണോ ഇടതുപക്ഷ പ്രതിനിധി പറയുന്നത്? EP ചന്ദ്രശേഖരനെ കൊന്നത് പിണറായി വിജയനും P ജയരാജനും അറിയാതെയാണെന്നാണോ ഇടതുപക്ഷ പ്രതിനിധി പറയുന്നത്? അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയിൽ സമ്മതിക്കാം, പക്ഷേ ജനങ്ങളുണ്ടല്ലോ അവരത് സമ്മതിക്കില്ല. അല്ലെ ഷാജഹാൻ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം, CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസിൻ്റെ വെളിപ്പെടുത്തലുകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? കൊട്ടേഷൻ മാത്രമല്ല, സ്വർണ്ണക്കടത്ത്, ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് കണ്ണൂരിലെ പാർട്ടി നേതാക്കന്മാരാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുക. അദ്ദേഹം P ജയരാജനെ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുക. നിങ്ങൾ പറ, ഞാനും പറയാം, എൻ്റെ കയ്യിലും തെളിവുകളുണ്ട് എന്ന്. അനിലേ, ഈ മനു തോമസ് എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് എന്താ പറഞ്ഞത്? മനു തോമസ് എന്ന് പറഞ്ഞ ആൾ ആദ്യം വന്നിട്ട് പറഞ്ഞത് എന്താ? ഏതോ ഒരു സ്ഥലത്തെ ഒരു പാറമട, ആ പാറമടയ്ക്കെതിരെ അവിടെ വിമർശനം വന്നു. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആ വിമർശനത്തിനൊപ്പം നിന്നപ്പോൾ P ജയരാജൻ ഇടപെട്ട ഏരിയ സെക്രട്ടറിയെ അവിടുന്ന് നീക്കി. അയാൾ പറയുകയാണ്, 2 P ജയരാജന്റെ മകൻ എത്രയോ വലിയ മാന്യൻ ആയിട്ടുള്ള ആളാണെന്നാ പറഞ്ഞത്. കണ്ണൂരിലെ ചന്ദ്രതാരകത്തിന്റെ മകൻ, അവൻ, അതെ, ചന്ദ്രതാരകത്തിന്റെ മകൻ, അവൻ വിദേശത്ത് വലിയ കച്ചവടം നടത്തുന്നു എന്നാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തി P ജയരാജൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എന്താ സംഭവിച്ചത്? ഇത് മനു തോമസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രതികരണം എന്താ? നമ്മൾ ഈ നിയമങ്ങളൊക്കെ പറയുമ്പോഴേ ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. P ജയരാജനെ അനുകൂലിച്ച് ഇന്ന് ആദ്യം വന്ന ആളാരാ? മറ്റേ എന്താണ്, എടയൂർ എവിടെയോ വെച്ചിട്ട് മറ്റേ മുഹമ്മദ് പിന്നെ ഷുഹൈബിനെ വെട്ടിയരിഞ്ഞ് കൊന്ന കേസിൽ പിന്നെ ജയിലിൽ കിടക്കുന്ന മറ്റേ എന്താണ് അവന്റെ പേര്, ആകാശ് തില്ലങ്കേരിയാണ് P ജയരാജൻ ആദ്യമായി വന്നത്. അർജുൻ ആയങ്കിയും അതുപോലെ തന്നെ സ്വർണം കള്ളക്കടത്ത് പൊട്ടിക്കൽ സംഘത്തിന്റെ നേതാവ് അർജുൻ ആയങ്കി. അതിന് പുറകെ വന്നത് ആരാണ്? മുഹമ്മദ് ഷാഫി. അതിന് പുറകെ വന്നത് പോരാളി ഷാജി. അപ്പൊ ആരാണ് പിന്നെ P ജയരാജന്റെ പിന്തുണച്ചക്കാർ ആരാണ്? PJ ആർമി. എന്നിട്ട് അതിനുശേഷം മനു തോമസ് ഒരു ചാനലിൽ വന്ന് പറഞ്ഞു കേട്ടത് റെഡ് ആർമി എന്ന് പറയുന്നത് P ജയരാജന്റെ മകൻ വിദേശത്തിരുന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതിന് ഉപരി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെടെയുള്ള പൊട്ടിക്കൽ സംഘത്തിനെയും കൊട്ടേഷൻ സംഘത്തിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് P ജയരാജന്റെ മകൻ വിദേശത്തിരുന്നു കൊണ്ടാണ് എന്നാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മനം മടുത്ത് പാർട്ടി വിട്ട മനു തോമസ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കാണണം സുഹൃത്തെ. ഇതൊക്കെ നമ്മൾ കാണാതെ നമ്മൾ ഈ CRPCയിലെ വകുപ്പുകളൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നിയമത്തിൽ പാണ്ഡിത്യമുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടേക്കാം. പക്ഷേ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല. കണ്ണൂർ ജില്ലയിൽ ഇതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു ജില്ലാ കമ്മിറ്റി അംഗം മനം മടുത്ത് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ P ജയരാജന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ക്രിമിനൽ വൽക്കരണം, ആ ക്രിമിനൽ വൽക്കരണത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഈ തലയോട്ടികൾ കബോർഡിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. TP വധക്കേസിലെ ക്രിമിനലുകളെ CPM എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. ഞാൻ പറയുന്നത് ഇനിയും നിയമം ലംഘിച്ച് അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും, ഒരു സംശയവുമില്ല. പിന്നെ എന്താണ് ഡിവിഷൻ ബെഞ്ച് എന്താ പറഞ്ഞത്? റെമിഷനുള്ള അവകാശം സർക്കാരിനാണ്, പക്ഷേ അത് സർക്കാർ 20 വർഷത്തേക്ക് അത് ഇൻവോക്ക് ചെയ്യരുത് എന്നാണ് ജയശങ്കരൻ നമ്പ്യാരും കൗസരടപ്പകത്തിൻ്റെയും ബെഞ്ച് പറഞ്ഞത്. അത് സർക്കാരിന് അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല. അത് ഒരു സംശയവും വേണ്ട. ഇത് സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും
സാക്ഷാൽ പിണറായി വിജയൻ ഇതറിയാതെ ഇതിനകത്ത് ഒരു രോമം അനക്കില്ല. അതൊക്കെ പാർട്ടിക്ക് അകത്ത് പ്രവർത്തിച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഷാജാൻ, അത് മാത്രമല്ല ഷാജാൻ, ഈ 54 പേരുടെ പട്ടികയാണല്ലോ പിന്നെ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ 54 പേരും CPM-കാരാണ്. എൻ്റെ നാട്ടിലുള്ളവരുണ്ട്, കൊളശ്ശേരി, കാവും ഭാഗം, ആ മേഖലകളിലുള്ളവർ, എനിക്കറിയാവുന്ന CPM ക്രിമിനലുകൾ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട്. ഈ 54 പേരും CPM-കാരാണെന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ബാക്കിയുള്ളവർക്കൊന്നും തടവുകാരുടെ അവകാശമൊന്നുമില്ല. CPM-കാർക്ക് മാത്രം പതിച്ചു കൊടുത്തിരിക്കുക. CPM-നകത്ത് പ്രവർത്തിച്ചവർക്ക് അറിയാം CPM-ന്റെ നേതൃത്വം ഈ ശിക്ഷ ഇളവ് കൊടുക്കുന്നത് ആർക്കാണെന്ന്. അതിനകത്ത് നമ്മൾ ഈ വകുപ്പുകളൊന്നും പറഞ്ഞിട്ടൊന്നും നിലനിൽക്കത്തില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് എന്താണെന്നുള്ളതും അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്നവർ മുതൽ താഴോട്ടുള്ളവരാണെന്നുള്ളത് ഏത് കുഞ്ഞിനും അറിയാം. അതുകൊണ്ട് തന്നെ CPM ഇത് ഈ പറഞ്ഞ ആദ്യത്തെ ജീവപര്യന്തം കഴിയുമ്പോൾ ഇവരെല്ലാം പുറത്തിറക്കി വിടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് 20 വർഷം കൂടെ പിന്നെയും ജയിലില്. അവർ അസ്വസ്ഥരാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പോഴല്ല, ഇനിയും സംസ്ഥാന സർക്കാർ, പിണറായി അവിടെ മുഖ്യമന്ത്രിയായി തുറന്നാൽ പിണറായിയുടെ നേതൃത്വത്തിൽ അവരെ പുറത്തിറക്കാനുള്ള ശ്രമം ഇനിയും നടക്കും. ഒരു സംശയവും വേണ്ട. അതിനകത്ത് ഒരു നിയമവും ബാധകമാകില്ല. ആ നിയമങ്ങളൊന്നും ഇതുവരെ അതിനകത്ത് ബാധകമായില്ല. ഇനി നിയമം ബാധകമായെങ്കിൽ തന്നെ ഈ കേസിൽ കുറ്റവാളിയായിട്ടുള്ള ഒരാളെ അയാൾ ജയിലിൽ കിടക്കുമ്പോൾ അയാളെ പാർട്ടിയുടെ നിങ്ങൾ ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കൊലക്കേസിൽ പ്രതിയായി കിടക്കുകയല്ല, ഒരു കൊലക്കേസിൽ കുറ്റവാളിയായി ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ ഒരു വിപ്ലവ പാർട്ടി അയാളെ പാരൂര് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എടുത്തെടുത്ത് തലയ്ക്ക് വെളിവുള്ളവും ചെയ്യും. വെള്ളരിപ്രാവായ കുഞ്ഞനന്ദന് അവിടെ പാനൂരിൽ സ്മാരകത്തിലാണ് കഴിഞ്ഞ ദിവസം ഇയാൾ പോയി പ്രസംഗിച്ചത്. മനസ്സിലായി? ഇതൊക്കെ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഇതിനൊക്കെ എതിർക്കണം നിങ്ങളെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനെയൊക്കെ എതിർക്കണം. നിങ്ങളൊരു അഭിഭാഷകനാണെങ്കിൽ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയെ എന്തടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ ഭാരവാഹിയാക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കണം. അത് ചോദിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, നിങ്ങളുടെ വിശ്വാസ്യത മാത്രമേ അത് ബാധിക്കുള്ളൂ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ഇടയ്ക്കൊന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. രാഘവ സാർ, കൊടും ക്രിമിനലുകളായ ഈ കുറ്റവാളികളെ പുറത്തിറക്കാനുള്ള ശ്രമം നേരത്തെയും നടന്നിട്ടുണ്ട്. ഈ എക്സ്റ്റൻഷൻ വന്നല്ലോ, 20 വർഷം ഇവർക്ക് ഇരട്ട ജീവപര്യന്തമാക്കിയല്ലോ ഇവരുടെ തടവ്. അതിന് മുമ്പ് ശ്രമം നടന്നിട്ടുണ്ട്. അന്നും മാധ്യമങ്ങളാണ് ഇടപെട്ടത്, മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ തൽക്കാലം അവിടെ അതൊക്കെ അവസാനിപ്പിച്ചു. പിന്നെ ഇപ്പോൾ എങ്ങനെ ഒരു ശ്രമം നടക്കുന്നു? നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം, ഇടപെടലാണ് നടക്കുന്നത്. ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ കോടതി ഇത് ഗൗരവത്തിൽ എടുക്കില്ലേ? അങ്ങനെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് നല്ലതല്ലേ? ആരെങ്കിലും കോടതിയെ സമീപിക്കുകയാണെങ്കിൽ, കാരണം ഈ കുറ്റവാളികളെല്ലാം അവർക്ക് പരമാവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പരോൾ വാരിക്കോരി കൊടുക്കുകയാണ്. പരോളിൽ പോയി കഴിഞ്ഞാൽ ഇവരെല്ലാ വൃത്തികേടും കാണിക്കുന്നുണ്ട്. പരോളിലൊന്നും പോകണ്ട, ജയിലിനകത്ത് ഇരുന്ന് തന്നെ എല്ലാ മാഫിയ പ്രവർത്തനം ഇവർ നിയന്ത്രിക്കുകയാണ്. അതിൻ്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. കോടതി കുറച്ചുകൂടി ഗൗരവത്തോടെ ഈ വിഷയത്തെ എടുക്കേണ്ടതല്ലേ? ആരെങ്കിലും കോടതിയിൽ പോവുകയാണെങ്കിൽ, സമീപിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കെ രമ അതുപോലെ പ്രതിപക്ഷം ഒക്കെ നിയമപരമായി നീങ്ങുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് എൻ്റെ ചോദ്യം. രാംകുമാർ സാർ കേട്ടില്ല എന്ന് തോന്നുന്നു. കേട്ടു. എന്നോടാണോ ചോദിച്ചത്? അതെ അതെ, സാറിനോടാ ചോദ്യം. ഈ ഘട്ടത്തിൽ കോടതി ഇടപെടേണ്ട സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കോടതിയുടെ മുമ്പിൽ സുനിശ്ചിതവും വ്യക്തവുമായ ഒരു നടപടിക്രമം ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിക്കില്ല. വെറും ഊഹാഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി നടപടിയെടുക്കുന്നത് അനുചിതമായിരിക്കും. കാരണം കോടതി രംഗത്ത് വരേണ്ടത് നിയമവിരുദ്ധമായ എന്തെങ്കിലും പ്രവൃത്തികൾ നടന്നാലാണ്, ആലോചിച്ചാലല്ല. ഇവിടെ ആലോചനയുടെ ഘട്ടമേ ആയിട്ടുള്ളൂ. കെ രമ പറയും പോലെ എന്തെങ്കിലും കാര്യമായൊരു പ്രവൃത്തി ജയിലധികൃതരോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ നടത്തി ഗവർണറുടെ അടുത്തോ മന്ത്രിസഭയിലോ എത്തുന്നതിന് മുമ്പ് നടപടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതി
ഈ കാര്യത്തിൽ യുക്തമായൊരു തീരുമാനം എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ സുഹൃത്ത് ബൽദേവ് പതിവ് പോലെ അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് തങ്ങളെ ശരിവെക്കുന്ന ഒരു രീതി അവലംബിക്കുന്നുണ്ടല്ലോ. ബിൽക്കിസ് ബാനുവിൻ്റെ കേസിനെ പറ്റി ഇവിടെ പരാമർശിച്ചു. ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തിട്ടാണ് അവരെ വിട്ടത് എന്ന് എൻ്റെ സുഹൃത്ത് സൗകര്യം പോലെ മറക്കണം. ആ സുപ്രീം കോടതി വിധി പിന്നീട് വന്ന തത്തുല്യമായ രണ്ടംഗങ്ങളുടെ വിധി വോയിഡാണ് എന്ന വിചിത്രമായ ഒരു വിധിയാണ് രണ്ടാമത്തെ റിവ്യൂവിൽ വന്നത്. ഒരിക്കലും അങ്ങനെ സാധാരണ പതിവില്ല. പക്ഷേ രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയായതുകൊണ്ടും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അതനുസരിച്ചു. ഞങ്ങളുടെ സഹപ്രവർത്തന ഒരു ജഡ്ജി നിയമവിരുദ്ധമായിട്ടാണ് ആ ഓർഡർ ഇട്ടത്, അത് ഞങ്ങൾ റദ്ദ് ചെയ്യുന്നു എന്നാണ് ഒരു വനിതാ ജഡ്ജി അധ്യക്ഷയായ രണ്ടാമത്തെ ബെഞ്ചിത്. അത് രാഷ്ട്രീയപരമായി ഒരുപാട് കൊട്ടിഘോഷിക്കാം. പക്ഷെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൂലങ്കഷമായി പരിശോധിക്കുമ്പോൾ നിയമലംഘനത്തിൻ്റെ വഴിയിലാണ് നമ്മുടെ ബഹുമാന്യമായ സുപ്രീം കോടതി പോലും പോയത് എന്ന് അനുമാനിക്കുന്നു. അവർക്ക് പെരോൾ കൊടുത്തത് ഞാൻ നീതീകരിക്കുന്നില്ല, അതൊരു പക്ഷേ നിയമവിരുദ്ധമായിരിക്കാം. പക്ഷേ ഇവിടെ ചെയ്തതുപോലെ സർക്കാർ തന്നിഷ്ടപ്രകാരം ചെയ്തതല്ല. ഒരു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിക്കാൻ ഒരു കൽപ്പന ബന്ധപ്പെട്ട ആളുകളുടെ അപേക്ഷയിൽ കൊടുത്തതാണ്. ആ ഓർഡറാണ് നിയമവിരുദ്ധമാണ്, അസാധുവാണ്, അധികാരപരിധിക്ക് പുറത്തതാണ് എന്ന് മറ്റ് രണ്ട് ജഡ്ജിമാർ പറഞ്ഞു. വളരെ വിചിത്രമായൊരു നടപടിക്രമമാണ് കോടതിയുടെ അടക്കം. പക്ഷെ അത് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി പെരുമ്പറ അടിച്ച് കൊണ്ട് നടക്കാൻ എൻ്റെ സുഹൃത്ത് ബൽദേവിനെ പോലുള്ളവർക്ക് ഒരു വടി കിട്ടിയിരിക്കുന്നു. അതും ടി പി ചന്ദ്രശേഖരൻ കേസുമായി താരതമ്യപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പെരോൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ആരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടില്ല. പെരോൾ സംബന്ധിച്ച നിയമങ്ങൾ വളരെ വ്യക്തമാണ്. പോലീസ് റിപ്പോർട്ടിൻ്റെയും പ്രൊബേഷൻ റിപ്പോർട്ടിൻ്റെയും മറ്റ് റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ പെരോളും മറ്റു കാര്യങ്ങളും കൊടുക്കാൻ പറ്റൂ. ഇവിടെ എൻ്റെ സുഹൃത്ത് ഷാജഹാൻ പറഞ്ഞ പോലെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പരത്തിക്കൊണ്ട് ജയിലിനേക്കാൾ കൂടുതലധികം പുറത്തു നിൽക്കുന്ന കൊടും കൊലയാളികളെ കേരളത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമായ അധികാര ദുർവിനിയോഗമല്ലാതെ എന്താണ്? നമ്മുടെ ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യം വന്ന് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ബോധ്യം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാവാത്ത രീതിയിൽ നിലവിലുള്ള പാർട്ടി നേതാക്കന്മാരെയും മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കാൻ വിവിധ സ്റ്റേറ്റ് കമ്മിറ്റികൾ ധൈര്യം കാണിച്ചിരിക്കുന്നു എന്നുള്ളത് എൻ്റെ വിനീത അഭിപ്രായത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. നമ്മുടെ ജനാധിപത്യ പ്രസ്ഥാനത്തിൽ ഇതുപോലുള്ള വിമർശനങ്ങൾ പാർട്ടികൾ മുന്നോട്ട് വരുന്നു. ഒരിക്കലും ചെയ്യില്ല എന്ന് പ്രതീക്ഷിച്ച CPIM പോലുള്ളൊരു പാർട്ടി പോലും സ്വയം വിമർശനത്തിന് തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ശുഭോദർഗമാണ്. പക്ഷേ എന്നിട്ടും പിടിവാശി കൊണ്ട് എങ്ങനെയും ഞങ്ങളെ സഹായിച്ച സഖാക്കളെ പുറത്തിറക്കണം എന്നൊരു വാശി നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതൊക്കെ പലത് കേരളം കണ്ട ഏറ്റവും ഭീരുവായിട്ടുള്ള ഭരണാധികാരി പിണറായി വിജയനെ അങ്ങനെ വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അങ്ങനെ വിളിക്കാനാവും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇരട്ടച്ചങ്കൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ എന്ത് ആരോപണം വന്നാലും ആക്ഷേപം വന്നു കഴിഞ്ഞാലും ഈ കൈകൾ ശുദ്ധമാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട സബ്മിഷൻ അവതരിപ്പിക്കുമ്പോൾ അതിന് നട്ടെല്ലാം നിവർത്തി മറുപടി പറയേണ്ടതിന് പകരം ബാലും ചുരുട്ടി അങ്ങനെ എങ്ങോട്ടാണ് ഓടിയത്? വളരെ ബഹുമാനപ്പെട്ട ആദരണീയനായ രാംകുമാർ സാറുമായിട്ട് തർക്കിക്കാനൊന്നും ഞാനില്ല. എന്നാലും ഒരു കാര്യം പറഞ്ഞിട്ട് പോകാം. ഗുജറാത്ത് ഗവൺമെന്റിന് അധികാരമില്ലാത്തടത്ത് ഇടപെട്ടു. ആ സ്റ്റേറ്റിൽ വെച്ചായിരുന്നില്ല ആ കേസിന് ട്രയൽ നടന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അധികാരമില്ലാത്ത ഒരു ഭാഗത്താണ് ഗവൺമെന്റ് ഇടപെട്ടതെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഫൈൻഡിങ്സ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളിപ്പോൾ പറഞ്ഞത് തന്നെ, ഇവിടെ നിയമസഭയിൽ ഒരു ചോദ്യം വന്നാൽ അതിന് മറുപടി
ആ ഒരു മന്ത്രി ഇല്ലെങ്കിൽ ആ മന്ത്രി ചുമതലപ്പെടുത്തുന്നത് മറ്റൊരാൾക്ക് പറയാം. അതൊരു തെറ്റല്ല, ഒരിക്കലും ഒരു കീഴ്വഴക്കത്തിന് വിരുദ്ധമായിട്ടുള്ള അല്ല, കാര്യമാണ്. അഡ്വക്കേറ്റ് ഭരതൻ ഇന്നലെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയപ്പോൾ സാധാരണ എങ്ങനെയാണ്? താങ്കൾ നിയമസഭയിൽ വന്നിട്ടുള്ളതല്ലേ? അല്ല, ഇങ്ങനെയുള്ള ഒരു വിഷയം വരുമ്പോൾ ബന്ധപ്പെട്ട മന്ത്രി മറുപടി പറയും, മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നു, അയാൾക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എന്താ? സ്പീക്കറിൽ മറുപടി ചാരി രക്ഷപ്പെട്ടു, ഇന്നലെ രക്ഷപ്പെട്ടു. ഇന്ന് ഉപക്ഷേപം സബ്മിഷൻ വരുന്ന കണ്ടപ്പോൾ അയാൾ ഓടി ഒളിച്ചു. എന്നിട്ട് ആ പറയുന്നത് ഇരട്ടച്ചങ്കനാണെന്ന്. കഷ്ടം. എന്നോട് ചോദ്യം ചോദിക്കുകയും വീണ്ടും നമ്പ്യാർ സംസാരിക്കൊണ്ടിരിക്കുകയും ഞാൻ പിന്നെ സംസാരിക്കാതിരിക്കാം. അല്ല, പിന്നെ ഞാനെങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് പറയാൻ സ്പീക്കർ മറുപടി പറഞ്ഞത് തെറ്റാണ്, അതിന് തർക്കമൊന്നുമില്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. കാര്യം സ്പീക്കർ സഭയിൽ ഒരു റഫറിയുടെ റോളാണ്, എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന് നയിക്കേണ്ടതാണ്. അതാണ് സ്പീക്കറുടെ സഭാനാഥനാണ്. അദ്ദേഹം ഒരിക്കലും മറുപടി പറയാൻ പാടില്ല, മറുപടി പറഞ്ഞത് തെറ്റാണ്. പക്ഷെ അദ്ദേഹം ഒരു മരിപ്പ് കൂട്ടി പോയി എന്ന് പറയുന്നത് തെറ്റല്ല, അത് രണ്ടും രണ്ടാണ്. ഇവിടെ ഇന്ന് മറുപടി പറയുന്നതിന് ഞാൻ ഇപ്പോഴും പറയുന്നു, ആ കൺസേൺഡ് മിനിസ്റ്റർ തന്നെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിയമസഭയിൽ അതുമായിട്ട് ചോദ്യം വന്നാൽ ആദറൈസ് ചെയ്യുന്ന ആർക്കും അതിനകത്ത് മറുപടി പറയാം. അതിനെയും നമ്മൾ തെറ്റായിട്ട് കണ്ട ഒരു കാര്യം തെറ്റിയാൽ അംഗീകരിക്കുന്നു, സ്പീക്കർ മറുപടി പറഞ്ഞത് തെറ്റാണ്, സ്പീക്കറുടെ റോളല്ലത്, സ്പീക്കർ മറുപടി പറയാനേ പാടില്ല. പിന്നെ സബ്മിഷൻ വരുമ്പോൾ ആൾറെഡി തീരുമാനമെടുത്ത കാര്യങ്ങളാണെങ്കിൽ എല്ലാ ഉപക്ഷേപങ്ങളും ഇവിടെ അംഗീകരിക്കണമെന്നില്ല. ഇവിടെ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഫയലുകളില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ, ഗവൺമെന്റിന്റെ ഭാഗത്ത് യാതൊരു ഫയലുകളും ഇല്ല. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അത് വന്നിട്ടേ ഇല്ല, ക്യാബിനറ്റിൽ അത് വന്നിട്ടേ ഇല്ല. അങ്ങനെ ക്യാബിനറ്റിൽ പോലും വരാതെ, ലാ ഡിപ്പാർട്ട്മെന്റിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലും വരാത്ത ഒരു കാര്യത്തിന് ഇല്ല കാള പ്രസവിച്ചു എന്ന് പറയുമ്പോൾ കയറെടുക്കുമെന്ന് പറയുന്നത് പോലെ വെറുതെ സ്പെക്കുലേഷൻസിന്റെ ഊഹാപോഹങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ട് ഇടപെട്ടതാണ് പ്രശ്നം. നമ്മളാണ് കുറ്റക്കാർ. സബ്മിഷനുമായിട്ട് വന്നു കഴിഞ്ഞാൽ പെറ്റൂന്ന് കേട്ടപ്പോ കയറെടുത്തത് നമ്മളാണ്. അപ്പൊ അതിനകത്ത് വെറുതെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് തീർച്ചയായിട്ടും ആ സബ്മിഷൻ അനുമതി നൽകേണ്ട കാര്യമില്ല. കാര്യം സഭാരേഖകളിൽ ഇതില്ല, ക്യാബിനറ്റിൽ ഇതില്ല, ഗവൺമെന്റ് പരിഗണനയിൽ ഇത് വന്നിട്ടില്ല. ഇതിനകത്ത് റിമിഷൻ അനുവദിക്കാനുള്ള ഒരു കമ്മിറ്റി ഒരു ശുപാർശ വന്നു. ആ ശുപാർശ ഗവൺമെന്റ് അഡ്മിറ്റ് ചെയ്തെങ്കിൽ ശരിയാണ്. നിങ്ങൾ ഞാനെന്നോട് പറഞ്ഞോട്ടെ. പിന്നെ മത്സരിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരൊക്കെ നിരവധി പേര് നിയമസഭയിലും ലോകസഭയിലും ഒക്കെ മത്സരിക്കുന്നു. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അദ്ദേഹം പ്രതിയാക്കി ജയിലിൽ കിടക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഭരിക്കുന്നത്. അതൊന്നും നമ്മുടെ ഭരണഘടനയിലൊന്നും വിരുദ്ധത പറഞ്ഞിട്ടില്ല. ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ മത്സരിക്കാം. MLA ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്, MP ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. ആരാണിത്? ആരും പറഞ്ഞാലും അങ്ങനെ ഇവിടെ ആരും പറഞ്ഞില്ല തെരഞ്ഞെടുപ്പിൽ പ്രതികൾക്ക് മത്സരിക്കാൻ. കുഞ്ഞനം തന്നെ മുൻപ് ഒരു പാർട്ടി അതിന്റെ ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്ത കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ഒരു പാർട്ടി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഏരിയ കമ്മിറ്റിയിലേക്ക് എടുക്കുന്ന ഒന്നും യാതൊരു വിധമായിട്ട് അതിനകത്ത് അതൊന്നും നിയമവിരുദ്ധമല്ല നമ്പ്യാരെ. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ മത്സരിക്കുന്നു. മുഖ്യമന്ത്രി ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്ന നാടായത്. അത് ആയിക്കോട്ടെ, കുറ്റവാളികൾ മത്സരിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നതാ ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾ നിർത്തുന്നോണ്ട് ഇതൊക്കെ അഭ്യൂഹമാണ്. നിങ്ങൾക്ക് വന്ന് വലിയ വായിലെ പറയാം. ജനങ്ങൾ എങ്ങനെയാണ് അതിനെ കണ്ടതെന്ന് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള രാംകുമാർ പറഞ്ഞു. ജനങ്ങൾ എങ്ങനെയാണ് കണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വർത്താനം പറഞ്ഞിട്ട് പോകാം. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പറയാം ഇത് വളരെ സ്വാഭാവികമാണ്, നിയമപരമായിട്ടുള്ളതാണ്, സ്വാഭാവികമാണ് എന്നൊക്കെ പറയാം. പക്ഷെ വാലിറ്റി മുഖ്യമന്ത്രി ഓടുകയായിരുന്നു. നിങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. നിങ്ങൾ നിർത്തിയാൽ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകില്ല. നിങ്ങൾ നിർത്തിയാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ.
ജനങ്ങളെ കേൾക്കുമ്പോഴല്ലോ ഒരു സാമാന്യ മര്യാദ വേണം. അല്ല, നിങ്ങൾ നിർത്തുന്നത് വലിയ ആന കാര്യമൊന്നുമല്ല. ചർച്ച അവസാനിപ്പിക്കാൻ പിന്നെ ഈ വിഷയം പറഞ്ഞപ്പോ മുഖ്യമന്ത്രി വാലും ചുരുട്ടി ഓടി എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. നിങ്ങൾക്കൊഴിച്ച് ഇത്രയും ദയനീയമായ ഒരു പരാജയം ഉണ്ടായിട്ടെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കും. നിങ്ങളെപ്പോലുള്ള കുറെ ആളുകൾ ഇതുപോലെ ചർച്ചയിൽ വന്ന് പങ്കെടുത്തതും ഇത്രയും വലിയ തോൽവിയുടെ ഒരു കാരണമാണ്. പല ചർച്ചക്കാരും വന്ന് ഇതുപോലെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയത്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും. ഇതൊന്നും ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇനി കഴിയില്ല. പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല, പാർട്ടി മെമ്പർമാരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് പിണറായിയെ വഴിയിലിട്ട് അടിക്കിട്ടുന്ന ചെണ്ട പോലെ അടികൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് അടി മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് ഒരാളെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല, ഒരു കുഞ്ഞിനെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയില്ല. നട്ടാൽ കുറുക്കാത്ത നുണ, നട്ടാൽ കുറുക്കാത്ത നുണ. വരും ദിവസങ്ങളിൽ പുറത്തു ബലദേവ്, നമുക്ക് ഇതൊരാളും വിശ്വസിക്കില്ല. ചാനൽ ചർച്ചക്കാരും ഈ പരാജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും കൊലയാളികളായ പാർട്ടി ക്രിമിനലുകൾക്ക് തടവറയ്ക്കകത്തും പുറത്തും സംരക്ഷണം നമ്മുടെ മുന്നിലുണ്ട്. അത് അവർ കഴിഞ്ഞാടാൻ ഇഷ്ടം പോലെ പരോൾ കൊടുക്കുന്നു. ജയിലിനകത്തിരുന്ന ടിപിയുടെ കൊലയാളികൾ മാഫിയ പ്രവർത്തനം നടത്തുന്നു. അസംഖ്യം തെളിവുകൾ ഉണ്ടായിട്ടും ഈ നരാധമന്മാരെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പാർട്ടിയുടെ വേട്ടപ്പട്ടികൾക്കെതിരെ ശബ്ദിക്കാനാവാതെ നിയമസഭയിൽ നിന്നും ഒളിച്ചോടേണ്ടി വരുന്ന ഭീരുവനെയാണ് ഇരട്ടച്ചങ്ങനെന്ന് CPM-ലെ ഒരു വിഭാഗം ഇപ്പോഴും വാഴ്ത്തിപ്പാടുന്നത്. തെരഞ്ഞെടുപ്പിൽ കരണത്ത് അടികിട്ടിയിട്ടും അത് ഭൂഷണമായി കൊണ്ട് നടക്കുന്ന ഭരണവർഗത്തിൻ്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മിസ്റ്റർ പിണറായി വിജയൻ, താങ്കൾ ഭീരുവാണ്. താങ്കളെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോലും ശരിയല്ല എന്നാണ്. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.